ഇന്ദ്ര ടിവിയിൽ പൂർണിമയുള്ളിടത്തോളം സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ വന്നോണ്ടേയിരിക്കും. അതിനെ ഇനി ആരെതിർത്തിട്ടും കാര്യമില്ല. അതല്ല മോളെ, നിന്നെ കുറിച്ച് ഓർത്താ എനിക്ക് പേടി. ചെറിയച്ചൻ പേടിക്കണ്ട, നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും അത് വളരെ സൂക്ഷിച്ചു വേണം ചെയ്യാൻ. എന്ത് മറുപടി പറയും? സൈലന്റ് ആക്കി വെക്കാം. ഇവളെന്താ കോൾ എടുക്കാത്തെ? പായസം റെഡിയായോ? എല്ലാവർക്കും കൊടുക്ക. മോളെ ഞാൻ വിളിക്കാം. ശരി. ഇന്ന് നമ്മൾ പാതി ജയിച്ച ദിവസം അവര് നമ്മളെ കേസിൽ പെടുത്തി അകത്താക്കാൻ നോക്കിയാൽ നമ്മൾ വെറുതെ ഇരിക്കുമെന്ന് കരുതി കാണും. എന്റെ തറവാട് ഏതാ പാരമ്പര്യം ഏതാന്ന് അവർക്കറിയില്ലല്ലോ. ശരി, ഞാൻ വിളിക്കാം. ഞാൻ വിളിക്കാം. മൂന്നാറിന്ന് നമ്മൾ അഡ്വാൻസ് കൊടുത്ത ബിസിനസിന്റെ ആൾക്കാർ വിളിച്ചു. നിങ്ങൾ അവരോട് എന്തു പറഞ്ഞു? പ്രശ്നങ്ങളൊന്നുമില്ല, ഡീല് പറഞ്ഞ സമയത്ത് തന്നെ നടക്കുമെന്ന് പറഞ്ഞു. അല്ല, അതെങ്ങനെ നടക്കും? വിനീതയുടെ വീട്ടിൽ നിന്ന് എനിക്ക് കാശ് കിട്ടില്ലല്ലോ. 6 മാസത്തിനുള്ളിൽ ഇവനെ കൊണ്ട് മറ്റൊരു വിവാഹം ഞാൻ കഴിപ്പിക്കും. ആ പെണ്ണിന്റെ സ്വർണവും സ്ത്രീധന തുകയൊക്കെ കിട്ടുമല്ലോ. റിസോർട്ടുകാർക്ക് 11 മാസത്തെ എഗ്രിമെന്റാ കൊടുത്തിരിക്കുന്നത്. ഇനിയും 10 മാസം ബാക്കിയുണ്ട്. അല്ലമ്മേ, രമേശ് ഏട്ടന്റെ ദുബായിലെ ബിസിനസ് കുറച്ച് പ്രശ്നത്തിലാ. കുറച്ച് നമ്മളെന്തെങ്കിലും ഹെൽപ്പ് ചെയ്താ പിടിച്ചു നിൽക്കാൻ പറ്റും. അവനെ കൊണ്ട് അതിനൊന്നും കൊള്ളില്ല പ്രസീദേ. അവനോട് തിരിച്ചു വരാൻ പറ. ഇവിടെ എന്തെങ്കിലും ചെയ്യട്ടെ. ഇങ്ങനെ ഭാര്യ വീട്ടിൽ നിന്ന് കാശ് ചോദിക്കാൻ അവന് നാണമില്ലേ? അപ്പൊ നമ്മൾ ചെയ്യുന്നോ? അതുപോലെയാണോ ഇത്? നീ എന്റെ മോനാ, നിനക്ക് ആ വാല്യൂ ഉണ്ട്. അതുപോലെയാണോ രമേശൻ? അവൻ ശരിക്കും ഇങ്ങോട്ടാ കാശ് തരേണ്ടത്. അമ്മേ, അത് പിന്നെ അവിടെ യുദ്ധമല്ലായിരുന്നോ? അതുകൊണ്ട് ഇത്ര ലോസ് വന്നത്. ആദ്യം ഇവിടുത്തെ പ്രശ്നങ്ങളൊന്ന് തീരട്ടെ, അത് കഴിഞ്ഞു നോക്കാം. നീ അവനോട് പറഞ്ഞേക്ക്. ശരി. മാഡം, എന്താടോ? ഇന്ദ്ര ടിവിയിലെ മിനിസ്റ്റർക്കെതിരെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് പോകുന്നുണ്ട്. മേനോനും മിനിസ്റ്ററും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ ന്യൂസിൽ അത് ഉൾപ്പെടുത്തണോ? വേണ്ട, മിനിസ്റ്റർ പ്രതികരിച്ചതിന് ശേഷം മാത്രം നമ്മൾ റിപ്പോർട്ട് ചെയ്താൽ മതി. ശരി മാഡം. ആ പെൻഡ്രൈവിലെ കാര്യങ്ങൾ പൂർണിമ പുറത്തുവിട്ട് കഴിഞ്ഞു. ഇനി അത് കിട്ടിയിട്ട് വലിയ കാര്യമില്ല. എല്ലാത്തിനും കാരണം നീ ഒറ്റ ഒരുത്തനാ. എല്ലാം ന്യൂസിൽ വന്നത് കണ്ടില്ലേ? ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല, അത് കിട്ടണ്ടേ? നിന്റെ വീട്ടിലിരിക്കുന്ന ഒരു പെൻഡ്രൈവ് എടുത്തു തരാൻ ധൈര്യമില്ലാത്ത നീയൊക്കെ എങ്ങനെയാടാ എന്റെ ഒപ്പം ബിസിനസ് ചെയ്യുന്നേ? ധൈര്യമില്ലാഞ്ഞിട്ടല്ല. ആ പെൻഡ്രൈവ് ചേച്ചി വളരെ സുരക്ഷിതമായിട്ട് മറ്റെവിടെയാ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. എവിടെ ആയിരുന്നാലും അത് കണ്ടെത്തി തിരിച്ചെടുത്ത് തരേണ്ടത് നിന്റെ ഉത്തരവാദിത്വമായിരുന്നു. നീയൊക്കെ വെറും വേസ്റ്റാടാ. ഒരു ചുക്കിനും ചുണ്ണാമ്പിലും കൊള്ളാത്ത വെറും വേസ്റ്റ്. ഹലോ സാർ.
ചേച്ചി എന്താ പൃഥ്വി? ചേച്ചി എന്തിനാ ഈ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ പോകുന്നേ? എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടെങ്കിൽ നീ തെളിച്ചു പറ പൃഥ്വി. അത് ഞാൻ പറയാം. ആ മന്ത്രിയുടെ ന്യൂസിന്റെ പിന്നാലെ പോകണ്ടാന്ന് നിന്നോട് ഞങ്ങളെല്ലാം പറഞ്ഞതല്ലേ? പിന്നെ നീ എന്തിനാ അത് കൊടുത്തത്? അതിന്റെ കാര്യവും കാരണവും ഞാൻ നിങ്ങളെല്ലാരോടും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലേ? ചേച്ചി ചേച്ചി പറയുന്നതൊക്കെ ശരിയാ. പക്ഷെ ഇങ്ങനൊരു വാർത്ത വന്നതുകൊണ്ട് അയാൾ അടങ്ങിയിരിക്കുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ട്. പൃഥ്വി അയാൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അതിലൊന്നും എനിക്ക് യാതൊരു പേടിയില്ല. മോളെ അങ്ങനെ പറഞ്ഞോണ്ടായില്ല. അവരെപ്പോലുള്ളവരെ നമ്മൾ പേടിച്ചേ മതിയാവും. ഓ, ഇപ്പോഴെങ്കിലും ഇതൊന്ന് പറയാൻ തോന്നിയല്ലോ, ഭാഗ്യം. ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചെയ്തത് ശരിയാണെന്ന് തന്നെയാ ഞാൻ വിശ്വസിക്കുന്നത്. പൂർണിമേച്ചി ചെയ്തതാ ശരി. ഇവരെ പോലുള്ളവരൊക്കെ പേടിച്ച് ആളുകൾ പ്രതികരിക്കാത്തത് കൊണ്ടാ നമ്മുടെ നാട്ടിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നത്. അതെ, തെറ്റ് ചെയ്യുന്നത് എത്ര വലിയ സ്ഥാനത്തുള്ളവരായാലും അവർക്കെതിരെ ധൈര്യത്തോടെ തന്നെ പ്രതികരിക്കണം. നിനക്കൊക്കെ അങ്ങനെ പറയാം, ഇതിന്റെയൊക്കെ ബാക്കി അനുഭവിക്കേണ്ടി വരുന്നതേ ഞങ്ങളാ. ചേച്ചി, വീടും കുടുംബവും ഇല്ലാതെ വല്ലവരെയും ബുദ്ധിമുട്ടിച്ച് ജീവിക്കുന്നവർക്ക് എന്ത് പേടിക്കാൻ? ഇനി ഇതിന്റെ പേരിൽ ഒരു സംസാരം ഇവിടെ വേണ്ട. ഞാൻ കാരണം ഈ വീട്ടിൽ ആർക്കും ഒന്നും സംഭവിക്കില്ല. അങ്ങനെ ഒരു പേടി ഇവിടെ ആർക്കും വേണ്ട. ഇന്ദ്ര ടിവിയിൽ പൂർണിമയുള്ളിടത്തോളം സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ വന്നോണ്ടേയിരിക്കും. അതിനെ ഇനി ആരെതിർത്തിട്ടും കാര്യമില്ല. അതല്ല മോളെ, നിന്നെ കുറിച്ച് ഓർത്താ എനിക്ക് പേടി. ചെറിയച്ചൻ പേടിക്കണ്ട, നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആരെയും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ആ, സത്യം എന്നായാലും ജയിക്കും. സത്യമാണോ ഈ പറയുന്നേ? ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? ഈ സമയത്ത് എന്നെ ഇതൊക്കെ സംഭവിച്ചത് വലിയ കഷ്ടമായിപ്പോയി. ആ ശരി, ഞാനൊന്ന് നോക്കട്ടെ. പ്രകാശേട്ടാ, പ്രകാശേട്ടാ, പ്രകാശേട്ടാ.